ഡിജിറ്റൽ ഇടങ്ങളിലെ സദാചാര ലംഘനങ്ങളും അശ്ലീല ഉള്ളടക്കങ്ങളുടെ അതിപ്രസരവും തടയുന്നതിനായുള്ള നിർണായക നീക്കങ്ങളുമായി കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തെ സൈബർ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അശ്ലീല വെബ് സീരീസുകളും വീഡിയോകളും പണം ഈടാക്കി സംപ്രേഷണം ചെയ്തുവെന്ന 5 പ്രമുഖ OTT പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. മൂഡെക്സ് VIP, കോയൽ പ്ലേ പ്രോ, DG മൂവി പ്ലെക്സ്, ഫീൽ, ജുഗ്നു എന്നീ പ്ലാറ്റ്ഫോമുകളെയാണ് കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലൂടെ ബ്ലോക്ക് ചെയ്തത്. ഫെബ്രുവരി 24-ന് പുറത്തിറങ്ങിയ മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രകാരം ഈ ആപ്പുകളിലേക്കും വെബ്സൈറ്റുകളിലേക്കും ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് പ്രവേശനം ലഭിക്കില്ല. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻസ് 69A പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഈ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സമീപകാലത്തായി ഡിജിറ്റൽ ലോകത്ത് ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ വളർച്ച വലിയ തോതിലുള്ള ആശങ്കകൾക്ക് വഴിമരുന്നിട്ടിരുന്നു. സാധാരണ OTT പ്ലാറ്റ്ഫോമുകളുടെ മറവിൽ കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക മര്യാദകളെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അശ്ലീല രംഗങ്ങളും സംഭാഷണങ്ങളും കുത്തിനിറച്ച ഉള്ളടക്കങ്ങളാണ് ഈ 5 പ്ലാറ്റ്ഫോമുകളും പ്രധാനമായും വിതരണം ചെയ്തിരുന്നത്. വരിക്കാരിൽ നിന്നും നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് ലോഗിൻ സൗകര്യം നൽകുകയും അതുവഴി സെൻസർ ബോർഡിന്റെയോ മറ്റ് നിയന്ത്രണ ഏജൻസികളുടെയോ കണ്ണിൽപ്പെടാത്ത രീതിയിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ രീതി. 2021-ലെ ഇൻഫർമേഷൻ ടെക്നോളജി നിയമങ്ങളുടെ ലംഘനം ഈ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി നടത്തിയതായി മന്ത്രാലയം കണ്ടെത്തി. ഇന്റർനെറ്റ് സേവനദാതാക്കൾക്ക് സർക്കാർ കർശന നിർദ്ദേശം നൽകിയതോടെ ഈ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സസ് പൂർണ്ണമായും തടസ്സപ്പെട്ടു. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച നിരവധി പരാതികളുടെയും സൈബർ വിങ്ങിന്റെ നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. സ്ത്രീകളെയും കുട്ടികളെയും മോശമായി ചിത്രീകരിക്കുന്നതിനും അശ്ലീല സ്വഭാവവൽക്കരിക്കുന്നതിനും ഇത്തരം ആപ്പുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന വിവാദം ശക്തമായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡിന്റെ അശ്ലീലതയ്ക്കെതിരായ വകുപ്പുകളും IT നിയമങ്ങളും ഒരുപോലെ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഇത്തരം ഉള്ളടക്കങ്ങൾ യുവതലമുറയെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നുവെന്നും ക്രിമിനൽ സ്വഭാവമുള്ള പ്രവണതകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുവെന്നും വിവിധ സാമൂഹിക സംഘടനകൾ നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെയുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ നിരോധനം. വിനോദത്തിന്റെ പേരിൽ സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ ലാഭമുണ്ടാക്കാനുള്ള മാർഗമായി സ്വീകരിക്കുന്നത് അനുവദിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്ന ഉള്ളടക്കങ്ങളിൽ പലതും നിലവാരമില്ലാത്തതും ലൈംഗിക വൈകൃതങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ മാധ്യമങ്ങളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അത് നിയമങ്ങൾ ലംഘിക്കുന്നതിനോ അശ്ലീലത പടർത്തുന്നതിനോ ഉള്ള ലൈസൻസ് അല്ലെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷണത്തിലാണെന്നും ചട്ടലംഘനം നടത്തുന്നവയ്ക്കെതിരെ സമാനമായ നടപടികൾ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ നിരോധനം പ്രാബല്യത്തിൽ വന്നതോടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പിൾ ആപ്പ് സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നും ഈ ആപ്പുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പണം നൽകി വരിക്കാരായവർക്ക് തുക തിരികെ ലഭിക്കുന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ടെങ്കിലും നിയമവിരുദ്ധമായ പ്ലാറ്റ്ഫോമുകളിൽ പണം നിക്ഷേപിക്കുന്നതിനെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഡിജിറ്റൽ രംഗത്തെ സുതാര്യതയും ധാർമ്മികതയും ഉറപ്പിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ സുപ്രധാന നീക്കം രാജ്യത്തെ ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുരക്ഷിതവും മാന്യവുമായ സൈബർ ഇടം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം എത്തിയിരിക്കുന്നത്. നിരോധിക്കപ്പെട്ട ആപ്പുകളെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയാൽ അവ നൽകുന്ന ഉള്ളടക്കം വെറുമൊരു വെബ് സീരീസ് എന്നതിലുപരി പൂർണ്ണമായും പോൺ വീഡിയോകളുടെ സ്വഭാവമുള്ളതായിരുന്നുവെന്ന് വ്യക്തമാകും. രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളെ മറികടക്കാൻ വിദേശ സെർവറുകളും മറ്റും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം ലോക്കൽ OTT പ്ലാറ്റ്ഫോമുകൾക്ക് കടിഞ്ഞാണിടാൻ സെക്ഷൻസ് 69A പ്രകാരമുള്ള അധികാരം സർക്കാരിന് സഹായിച്ചു. സ്വകാര്യതയും സുരക്ഷയും വാഗ്ദാനം ചെയ്ത് വരിക്കാരെ ചേർക്കുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകൾ യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഈ നിരോധനം കേവലം ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി കൂടിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്.